അപ്പം ബർഗറിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ബർഗറിന് വേണ്ട ചിക്കനൊക്കെ നന്നായിട്ട് റൗണ്ടിൽ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബണ്ണ് രണ്ടാമത്തെ ട്രിപ്പുള്ളത് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അരിഞ്ഞല്ല, ഒന്നിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബർഗറിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു സാലഡ് വെള്ളരി എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. തക്കാളി ഞാൻ എടുക്കുന്നില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാനതെടുത്തില്ല. പിന്നെ നമ്മളെ വേണ്ട കട്ട്ലറ്റ് എല്ലാം കൂടി, കട്ട്ലറ്റല്ല അങ്ങനെയൊക്കെ പറയും, അതെല്ലാം കൂടി ഞാൻ മുരിക്കാൻ വെച്ച്. പിന്നെ ചെറിയ നല്ല രീതിയിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. ഒരെണ്ണം നല്ല രീതിയിൽ കട്ട് ചെയ്തത് അങ്ങ് താഴെപ്പോയി. പിന്നെ ഞാൻ ബാക്കിയെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് 4 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെങ്കിലും, പക്ഷേ എനിക്ക് അത്രയും പച്ചക്കറി വെക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. തട്ടിക്കൂട്ട് ബർഗറാണെന്നൊക്കെ പറയാം. എളുപ്പമാണെന്ന് കരുതിയ പണി ഇതുവരെയും തീർന്നിട്ടില്ല. മണി ഇപ്പോൾ ഒരു 9 മണിയെങ്കിലും ആയി കാണും. അപ്പോഴത്തേക്കിനും അത് അവിടെ കിടന്ന് വേവട്ടെ. ഞാനും അപ്പം കൂടെ പിന്നെ ഇടയത്താഴമെന്ന് പറയുന്നത് ചിപ്സ് എടുത്തുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇതേണ്ട നമ്മുടെ കട്ട്ലറ്റിൻ്റെ സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അതങ്ങനെ ചൂടോടെ തന്നെ നമ്മൾ അതിനകത്തുനിന്ന് എടുക്കേണ്ടത് കൊണ്ട് ഞാനത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് അത്ര നേരം കൂടെ ഒന്ന് മുരിയട്ടെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ ബന്നിനകത്തോട്ട് വേണ്ടതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞണൊക്കെയാണ് ഇതൊന്ന് മുരിഞ്ഞ് വന്നത് നല്ല രീതിയിൽ. അപ്പം ഞാൻ ചീസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കട്ട് ചെയ്തില്ല, കവറിൽ നിന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് 2-3 വട്ടം അബദ്ധം പറ്റിയത്, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നിട്ട് ഡയറക്റ്റ് ഞാനെടുത്ത് ഇത് കണക്ക് ഓരോ കാര്യത്തിന് വേണ്ടി എടുക്കും, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ വരത്തില്ല. അപ്പോൾ ഇത് എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമേ അതിനകത്ത് വെക്കാവുള്ളൂ, എങ്കിൽ അതൊരു മെൽറ്റ് ആയതുപോലെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ബന്നിനകത്ത് ടൊമാറ്റോ സോസൊക്കെ വെച്ച് പിന്നെ ആ ചിക്കനൊക്കെ പെറുക്കി അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് തണ്ട ചൂടോടെ തന്നെ വെക്കണം കേട്ടോ. ചീസ് സ്ലൈസ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി, സവാള, പച്ചക്കറിയല്ല കുക്കുംബർ, സവാള എല്ലാത്തിനകത്തും വെക്കാൻ എനിക്ക് വയ്യ വേട്ടായിരുന്നു. അങ്ങനെ അതേ വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന ടൊമാറ്റോ സോസൊക്കെ ബന്നിനകത്ത് പുരട്ടി അങ്ങ് അടച്ച് വെച്ച്. പക്ഷെ എന്നിട്ട് അതങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചീസ് അങ്ങോട്ട് മെൽറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും അപ്പം ഞാൻ വെച്ചെന്നെങ്കിൽ അത് ഒന്നും കൂടി പാനിനകത്ത് ചൂടാകുമ്പോൾ ഈ ചൂട് തട്ടുമ്പോഴത്തേക്കിനും അതങ്ങ് മെൽറ്റ് ആവുമല്ലോ. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ബർഗർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒന്നും കൂടെ തിരിച്ചും മറിച്ച് കിട്ടി ചുമ്മാ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം വെച്ചിരുന്ന കരിഞ്ഞു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനതെല്ലാം എടുത്ത് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.